കുടിക്കാൻ പൈപ്പിലും വെള്ളമില്ല, കുറെ കെറ്റിലും വെള്ളമില്ല. സ്മൃതിയല്ല സർക്കാരിന്റെ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട നയത്തിൽ സർക്കാരിന്റെ കരിമണൽ ഖനന നയം എന്റെ ചോദ്യത്തിലാണ് എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? സർക്കാരിന്റെ കരിമണൽ ഖനന നയത്തിൽ നിന്നുള്ള എന്തു വ്യത്യാസമാണ് ഇന്ന് മനോരമ പത്രം റിപ്പോർട്ട് ചെയ്ത് സ്മൃതി ഇവിടെ അവതരിപ്പിച്ചത്? പറയൂ. സ്മൃതി മനോരമയെ പിടിച്ചു കുടുങ്ങി. ശശിയെ എന്നാണ് ഈ പറയുന്നത്? പറഞ്ഞു ഖനനമല്ല. പറഞ്ഞു സർക്കാരിന്റെ കാലത്ത് ഒരു സ്വകാര്യ കമ്പനിക്കും ഖനനം. എന്റെ രണ്ട് ചോദ്യങ്ങൾ. താങ്കൾ വായിച്ച പത്രത്തിന്റെ ഈ പറയുന്ന വാർത്തയിൽ ഇടത് സർക്കാരിന്റെ കാലത്ത് ഏതെങ്കിലും കരിമണൽ ഖനനം സ്വകാര്യ കമ്പനിക്ക് കൊടുത്തു എന്നില്ലല്ലോ. ഒന്ന് ഇത് വല്ല എടങ്ങേറായല്ല. ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല ഇങ്ങനെ ആളപ്പേടിപ്പിക്കലേ പറഞ്ഞു. ഞാൻ ഉറക്കത്തിക്കിടന്ന് ഞെട്ടും. KMML-മായി കരാറിൽ ഏർപ്പെടുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ മാത്രമാണോ? KMML കൊടുത്തിരിക്കുന്ന ഈ അനുവാദം സ്വകാര്യ അതിലൊരു പുതുമയുണ്ടാണ്. കേരളത്തിൽ കരിമണൽ സ്വകാര്യ കമ്പനിക്ക് കൊടുക്കാൻ ചട്ടമിറക്കിയ ഒരേ ഒരു സർക്കാർ UDF-ന്റെ സർക്കാരിന്റെ. UDF സർക്കാരിന്റെ കാര്യങ്ങൾ തുടരേണ്ട കാര്യമില്ലല്ലോ ഈ സർക്കാരിന്. നിങ്ങളുടെ ഭയത്തിന് കാര്യം മണലൂറ്റി അവറ്റകളുടെ കരച്ചിലേക്കാൻ തന്നെ എന്തൊരു സുഖം, എന്തൊരു സംഗീതാത്മകം. കൊണ്ടുവന്ന വാർത്തയെടുത്ത് സ്മൃതി സ്വയം കുടുങ്ങിയ പാടില്ലായിരുന്നു എന്നാണ് എന്റെ അഭിപ്രായം. ഈ ഓർഡറിലാണ് ഞാൻ പറഞ്ഞത്. പറഞ്ഞു വരുന്നത് ഞാൻ സ്മൃതിയല്ല. ഇനി എന്തൊക്കെ കാണേണ്ടി വരും എന്റെ ഈശ്വരാ. സ്മൃതിയുടെ ആർഗ്യുമെന്റിനെ ഞാൻ പറയുന്നത്. സ്മൃതി ഇപ്പൊ പറഞ്ഞ ഈ പോയിന്റിൽ ഈ ഇടതു സർക്കാരിന്റെ കാലത്തെ കരിമണൽ ഖനന നയവുമായി ബന്ധപ്പെട്ട എന്ത് വ്യത്യാസമാണ്? ഈ മൈനിങ്ങുമായി ബന്ധപ്പെട്ട് ഇടതു സർക്കാരിന്റെ നയത്തിൽ നിന്ന് സ്മൃതി പറഞ്ഞ മനോരമയുടെ വാർത്ത എന്തു നയ വ്യത്യാസമാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്? പറയൂ. അങ്ങനെ എന്നെ ഒഴിവാക്കാൻ ശ്രമിക്കരുത്, ഞാൻ കൊണ്ടിട്ടേ പോകും. സർക്കാരിന്റെ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട നയത്തിൽ സർക്കാരിന്റെ കരിമണൽ ഖനന നയം എന്റെ ചോദ്യത്തിലാണ് ഇടതു സർക്കാരിന്റെ കരിമണൽ ഖനന നയത്തിൽ നിന്നുള്ള എന്തു വ്യത്യാസമാണ് ഇന്ന് മനോരമ പത്രം റിപ്പോർട്ട് ചെയ്ത് സ്മൃതി ഇവിടെ അവതരിപ്പിച്ചത്? പറയൂ. എല്ലാം ഞാൻ കടിച്ചു പിടിച്ചോണ്ട് നിൽക്കുകയാണ്. എനിക്ക് ചൊറിഞ്ഞോണ്ട് വരണം, എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. പത്രം റിപ്പോർട്ട് ചെയ്ത അതിന്റെ അടിസ്ഥാനത്തിലുള്ള രേഖകൾ ഞാനിവിടെ ഡൗൺലോഡ് ചെയ്തിട്ടാണ് ഞാൻ ഇതിൽ വായിച്ചത്. നയവ്യത്യാസം നിങ്ങൾക്ക് ഹൈദരാബാദ് ആസ്ഥാനമായ ഒരു കമ്പനിക്ക് ഇവിടെ ഒരു പ്ലാന്റ് തുടങ്ങാൻ ഈ പറഞ്ഞ ഘടകങ്ങൾ വേർതിരിച്ചെടുക്കാനുള്ള ഒരു കമ്പനി പ്ലാന്റ് തുടങ്ങാൻ നിങ്ങൾക്ക് അനുമതി നൽകാം. അതിലൊരു പിഴവും കാണുന്നില്ല. അതിൽ നിങ്ങൾക്ക് ഒരു പിഴവും കാണുന്നില്ല എങ്കിൽ ഈ ബജറ്റിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾ കാത്തിരിക്കേണ്ടതുണ്ട്. അതിന് മുന്നേ ഖനനം എന്ന് പറഞ്ഞ ബഹളം വെക്കാൻ തോട്ടപ്പള്ളിയിലേക്ക് പോയാൽ മതി. കൃഷ്ണൻകുട്ടിയുടെ ഇവിടെ മണലെങ്ങനെ ഊറ്റി കൊടുത്തത് സിഎംആറിലെ മണലൂറ്റി കൊടുത്തതിന്റെ കണക്കും കൃഷ്ണൻകുട്ടിയുടെ പുറത്തു വന്ന ഓഡിയോ ഒക്കെ ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ പ്രതിഫലിച്ചു നോക്കിയാൽ മതി. ഈ പണി നിർത്തൂത്രേ. എന്തോ നിനക്കൊക്കെ പ്രാന്താടാ. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.